നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് ചന്ദ്രകളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ബ്രാഹ്മണ ശാപം എന്നുള്ളത്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന് എന്താണ് പ്രതിവിധി ഉള്ളത്? എങ്ങനെയാണത് സംഭവിക്കുന്നത്? മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അതായത് ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം, ജ്യോതിഷ വിഷയങ്ങളുമായിട്ട് ജ്യോത്സ്യന്മാരെ സമീപിച്ച് നടക്കുന്ന പലരും കേട്ട് ഭയപ്പെട്ട് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് കാര്യമാത്ര പ്രസക്തമായൊരു വിഷയമാണ്. അപ്പോൾ ഈ ബ്രാഹ്മണ ശാപം എന്ന് ചില ജ്യോത്സ്യന്മാർ ചാർത്ത് എഴുതുമ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഈ ചാർത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ആ ജ്യോത്സ്യന്മാർ പഠിച്ചു വന്ന വഴികളിൽ ഈ ബ്രാഹ്മണ ശാപം മെയിനായിരിക്കും. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഓരോ സ്പെഷ്യലൈസ് ചെയ്യുന്ന പോലെ ഓരോ രീതിയിലേക്ക് ഓരോരുത്തരും ഓരോ രീതിയിൽ പഠിച്ചു വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ പഠിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് മെയിനായിട്ട് കാണുന്നത് എല്ലാം ബ്രാഹ്മണ ശാപമായിരിക്കും. അതായത് ബാധാദോഷങ്ങളിലെ ബാധ എന്താണെന്ന് പോലും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവില്ല. ഇവർ ചെല്ലുന്ന ആളോട് മെയിനായിട്ട് പറയുന്നത് ഒന്നുകിൽ സർപ്പദോഷമായിരിക്കും, അല്ലെങ്കിൽ ബ്രാഹ്മണ ശാപമായിരിക്കും. ഇത് വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഒരു നിവൃത്തിയില്ലാണ്ടാണ്. അതിൻ്റെ കാരണം പറയുന്നത്, ഇപ്പോൾ നമ്മൾ അധിവസിക്കുന്ന ഈ കേരള ഭൂമി എല്ലാം പണ്ട് കാലങ്ങളിൽ ബ്രാഹ്മണരുടെ ആയിരുന്നു. അപ്പോൾ അവരുടെ ശാപം ഏറ്റുവാങ്ങിയ ഭൂമിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ റീസൺ പറയുന്നത്. നമ്മളതിന് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പണ്ട് കാലങ്ങളിൽ ഈ ഭൂമിയെല്ലാം രാജാവിൻ്റെ അധീനതയിലുള്ളതായിരുന്നു. അപ്പോൾ രാജാക്കന്മാർ പൂജകൾ കണ്ട് ഭയപ്പെട്ട് ഓരോ പൂജ കഴിയുമ്പോഴും ഭയവും ഭക്തിയും കൂടി ഓരോ ഈ പറഞ്ഞ ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗത്തിന് ദാനം കൊടുത്ത് അവസാനം രാജാവിന് ഭൂമി ഇല്ലാണ്ടാവുകയും ഇവർ ഭൂവുടമകളും ജന്മികളാവുകയും ചെയ്തു. അപ്പം ഇങ്ങനെ വന്ന ഈ സമൂഹം ഈ ഭൂമിയെല്ലാം കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അടിയാളന്മാരെ വെച്ച് ജോലിയൊക്കെ എടുപ്പിച്ച് അപ്പോൾ ഓരോരുത്തർക്ക് പാട്ടത്തിന് കൊടുത്ത് അങ്ങനെ ആ ഭൂമിയിൽ കൃഷിയും ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു വന്നപ്പോൾ പിന്നീടാണ് നമ്മുടെ ഇവിടെ ഭൂപരിഷ്കരണ നിയമം വരികയും അതേപോലെ തന്നെ നവോത്ഥാനം കേരളത്തിൽ വരികയും വിപ്ലവ പാർട്ടികളുടെ അതേപോലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ അങ്ങനെ പല രീതിയിലുള്ള പരിവർത്തനങ്ങളും പല ആചാര്യന്മാരും പല സമൂഹങ്ങളും പല പ്രത്യയശാസ്ത്രങ്ങളും കൂടിക്കലർന്നു വന്നിട്ടാണ് ഇതിലൊക്കെ മാറ്റങ്ങൾ വന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മളുടെ ജനവിഭാഗം എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കുന്ന പ്രതിവിധിയുടെ ഒരു കാരണമാണ് ഈ പണ്ട് കാലങ്ങളിൽ എല്ലാ ഭൂമിയും ബ്രാഹ്മണരുടെ ആയിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രാഹ്മണ ശാപം ഉണ്ടാകും. അത് മാറ്റിയാൽ മാത്രമേ മാറുള്ളൂ. അപ്പം ഇതിൻ്റെ ബ്രാഹ്മണശാപം മാറ്റണമെങ്കിലുള്ള ഏറ്റവും വലിയൊരു രസാവഹമായ കാര്യം 12 ബ്രാഹ്മണരുടെ കാല് കഴിയിച്ചൂട്ട് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. കാല് കഴിയിച്ച് ഊട്ട് നടത്തുക, അവരെ ഊട്ടുക, പിന്നെ അന്നവസ്ത്രാദികൾ കൊടുത്ത് സന്തോഷിപ്പിക്കുക. ഇതാണ് ഇതിൻ്റെ പ്രതിവിധി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നൊരു കാര്യം, 12 പേരെ കാല് കഴിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ബ്രാഹ്മണശാപം വിധിക്കുന്നത് ചില ബ്രാഹ്മണർക്കും വിധിക്കും, താഴേക്കുള്ള എല്ലാവർക്കും വിധിക്കും. അപ്പോൾ ഇവർ വന്നു കഴിയുമ്പോൾ ഈ 12 ആചാര്യന്മാരോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇതിൻ്റെ വേറെ കാര്യമുള്ളത്, ചിലടത്ത് ബ്രാഹ്മണശാപം എന്ന് പറഞ്ഞ് മാറ്റാൻ വരുന്നൊരു ബ്രാഹ്മണനുണ്ടാവില്ല, വേറെ ആൾക്കാർ നൂലിടിച്ചൊക്കെ വരും. കാരണം ആളെണ്ണം തയ്ക്കാൻ വേണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ വന്നു കഴിയുമ്പോൾ ഈ 12 പേരും വീട്ടിൽ വന്നാൽ വീട്ടുകാർ മാറിക്കൊടുക്കണം. കാരണം വീട്ടിലുള്ളൊരു ഭക്ഷണമൊന്നും വെച്ച് അവർ കഴിക്കില്ല. അപ്പോൾ ഊട്ടി കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അതായത് വീട്ടുകാർ വയ്ക്കുന്ന ഭക്ഷണമൊന്നും ഈ മേൽജാതി ആളുകൾ കഴിക്കില്ല. അവരിലൊരാൾ വയ്ക്കും, അവരിലൊരാൾ വെച്ചിട്ട് അവർ തന്നെ വിളമ്പി കഴിക്കും. അപ്പോൾ നമ്മൾ കൂട്ടുന്നതിന് തുല്യമാവോ? ഇപ്പോൾ വീട്ടുകാരുടെ പാത്രങ്ങൾ ഉപയോഗിക്കാമല്ലേ? വീട്ടുകാരുടെ പാത്രങ്ങളും അതിനുള്ള പുണ്യാഹം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ട് അങ്ങ് തളിക്കും. അപ്പോൾ ഇത് തന്നെ വീട്ടുകാരെ ഉണ്ടാക്കിയിട്ട് അങ്ങ് തളിച്ചാൽ മതി. അപ്പോൾ സംഭവം അവിടെ രണ്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ എല്ലാ സംഭവങ്ങളും അവർ ഉപയോഗിക്കും. വിളമ്പി കൊടുക്കുന്നത് വീട്ടുകാർ. പിന്നെ കാല് കഴുകണം. കാല് കഴുകേണ്ട ഒരു കർമ്മം കൂടിയുണ്ട്. ഈ കാല് കഴുകുന്നത് വീട്ടുകാരെ കൊണ്ട് കഴിക്കില്ല. അതവിടെ അയിത്താണ്, തൊടാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ആ വഴിപാടിൻ്റെയും ആ കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രസാവഹമായ കാര്യമാണത്. ഈ ഭക്തൻ കാല് കഴുകണമല്ലോ. കാരണം ഈ ശാപം തരണമെങ്കിൽ, എനിക്കാണ് ശാപം കിട്ടിയെങ്കിൽ ഞാൻ തന്നെ കാല് പിടിക്കണ്ടേ. അപ്പോൾ കാലുമ്പോൾ തൊടാൻ സമ്മതിക്കില്ല. കാരണം അത് അയിത്ത ജാതി ആയതുകൊണ്ട് കാല് തൊടാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അതിലൊരാൾ തന്നെ കഴുകും. കാശ് നമ്മൾ കൊടുക്കണം. അതായത് ഇതിനൊരു ചിലവുണ്ട്, നല്ലൊരു എമൗണ്ട് ചിലവുള്ള പരിപാടിയാണ്. കാരണം 12 പേര് വരണം, അവർ വീട്ടിൽ വന്നിട്ട് ഈ കാര്യമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ജോലിയും കളഞ്ഞിട്ടൊക്കെ വരുമ്പോൾ അതിനുള്ള ചിലവുണ്ട്. അതിന് നല്ലൊരു എമൗണ്ട് ചിലവാകും. ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഭക്തന് ഒരു റോളും ഇല്ല. ഭക്തന് കാഴ്ചക്കാരൻ്റെ റോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാലം അവരിലൊരാൾ കഴുകും, അതേപോലെ ഭക്ഷണം അവരുണ്ടാക്കി അവർ തന്നെ വിളമ്പി കഴിക്കും. പിന്നെ ദക്ഷിണയും ഉണ്ടും
കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊടുക്കുക. അപ്പോൾ ഇതാണ് ബ്രാഹ്മണ ശാപത്തിൻ്റെ പ്രതിവിധി. പിന്നെ ചെയ്യുന്നത് രാമേശ്വരത്ത് പോയിട്ട് അവിടെ ബലിയിട്ട് തീർക്കുക, അങ്ങനെയുള്ള കുറേ കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒരാൾ നമ്മുടെ അടുത്ത് പല ആചാര്യന്മാരുടെ അടുത്തൊക്കെ പോയി അവൻ 2-3 ചാർത്തും കൊണ്ടാണ് വന്നത്, പലരുടെ അടുത്തുള്ള അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്ന ഒരു ആളാണ്. ഇയാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചാർത്തും കൊണ്ടുവന്നു, ഇങ്ങനെ ബ്രാഹ്മണശാപം തീർക്കാനാണ് പറഞ്ഞത്. പിന്നെ ചിലവുകളുണ്ട്. രാമേശ്വരം മുതൽ ഇന്ത്യയിലെ കുറേ ക്ഷേത്രങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, അവിടെയൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലാണ് ഇത് പൂർണ്ണതയിൻ്റെ എത്തുള്ളൂ. അപ്പോൾ ആൾ കണക്കൂട്ടിയൊക്കെ ഏതാണ്ട് 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ, അതും ഏകദേശം ഒരു 10-15 ദിവസം ഇതിനു വേണ്ടി ചിലവഴിച്ചാലേ ഈ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആളൊരു അന്യമതസ്ഥനായതുകൊണ്ട് ആൾക്ക് ഒരു പ്രഗത്ഭൻ വിധിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പരമ്പര ബ്രാഹ്മണശാപം വരുത്തി വെച്ചു, അതുകൂടാതെ നിങ്ങളുടെ വൈദികന്മാർ ഇപ്പോഴും ബ്രാഹ്മണശാപം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഹൈന്ദവത്തിനെതിരായിട്ട് സംസാരിച്ച് ശാപങ്ങളിങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ളൊരു ക്രിയയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരും അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇതൊന്നും ചെയ്യണ്ട, ഒരു 7 ദിവസം വ്രതം എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാനിതെല്ലാം മാറ്റിത്തരാം. ബ്രാഹ്മണശാപം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എൻ്റെ നോട്ടത്തിൽ ഇല്ല. കാരണം ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പണ്ട് രാജാവിൻ്റെ ആയിരുന്ന ഭൂമി ബ്രാഹ്മണർ പൂജ ചെയ്ത് ദാനം വാങ്ങിക്കുകയും പിന്നെ അത് അടിയാളന്മാർക്ക് പങ്കുവെച്ച് കൊടുക്കുകയും അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ച് സുഖിച്ച് സുഭിക്ഷമായിട്ട് വാഴുകയും ചെയ്യുമ്പോൾ നമ്മൾ ദ്രോഹിക്കുന്ന ആളുടെ കയ്യിൽ നിന്നല്ലേ ശാപം കിട്ടുന്നുണ്ടായിരുള്ളൂ. അല്ലാതെ മുകളിലിരുന്ന് കൽപ്പിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ശാപം കിട്ടേണ്ട കാര്യമുണ്ടോ? അപ്പോൾ തന്നെ അവിടെ വരുന്നുണ്ട് ഉത്തരമെല്ലാം. പിന്നെ വരുന്ന ബ്രാഹ്മണശാപം എന്ന് പറയുന്നത്, യഥാർത്ഥ ബ്രാഹ്മണശാപം എന്ന് പറയുന്നത് കൃത്യമായ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഏത് മതത്തിലായാലും, അതിപ്പോൾ ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും, അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ആ കർമ്മികളിൽ നിന്ന്, അവരും ബ്രാഹ്മണരാണ്, അവരാണ് യഥാർത്ഥ ബ്രാഹ്മണർ. കർമ്മം ചെയ്യുന്നവരാരോ അവരാണ് യഥാർത്ഥ ബ്രാഹ്മണർ. അവരുടെ കയ്യിൽ നിന്ന് നമ്മളുടെ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും അഹിതമായത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ബ്രാഹ്മണശാപം. അതങ്ങനെ ഒരു 99% അവർ ശപിക്കില്ല. കാരണം ദൈവിക കർമ്മം ചെയ്യാൻ നിൽക്കുന്നവർ ക്ഷമിക്കാനുള്ള മനസ്സും കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ ദൈവത്തിനോട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പരമാവധി അവർ ക്ഷമിച്ച് നിൽക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രാഹ്മണശാപം എന്ന് പറഞ്ഞ് പലരും ചാർത്ത് എഴുതുകയും, പിന്നെ ചിലരെ ചാർത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും നമ്പൂതിരി ബ്രാഹ്മണൻ തന്നെ കർമ്മം ചെയ്താലേ വിജയിക്കുള്ളൂ, അല്ലാത്ത ആൾ, അതായത് ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്ന് പറയുന്ന ആൾ ചെയ്താലൊന്നും ഇത് വിജയിക്കില്ല, നമ്പൂതിരി ബ്രാഹ്മണൻ തന്നെ ചെയ്യണം. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർ പഠിച്ചു തന്നെ ഒരു രീതിയുണ്ട്. കാരണം ഈ ജ്യോതിഷ രീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആചാര്യന്മാർ ഒരുപാട് രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, പല ആചാര്യന്മാരും പല രീതിയിൽ പഠിപ്പിക്കും. അപ്പോൾ പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ കണ്ടെത്തലുകളാണ് ഇതിൻ്റെ പ്രധാനം. പിന്നെ പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ, അതായത് മാധവീയം, ഹോരാശാസ്ത്രം, അങ്ങനെ ഒത്തിരി ഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എപ്പോഴും ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് എല്ലാം മേൽജാതി ആളുകളായിരിക്കും. കീഴാളർ പ്രഗത്ഭരുണ്ടെങ്കിൽ പോലും പണ്ട് കാലങ്ങളിൽ അവർക്ക് എഴുത്തും വായനയും എല്ലാം നിഷിദ്ധമായിരുന്നു. പിന്നീട് ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ വന്നിട്ടാണ് അതിനൊക്കെ ഇവിടെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതിൽ പിൽക്കാലത്തൊക്കെയാണ് ഗ്രന്ഥങ്ങളിലേക്കൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടുതൽ വരാനും, പിന്നെ അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഹൈന്ദവത്തിൻ്റെ മ്ലേച്ഛത കാരണം കൊണ്ട് പലരും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും എഴുതാൻ കഴിവുള്ളവർ പലരും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ റിസർച്ച് നടത്താനോ അതിൻ്റെ പിന്നിലേക്ക് അന്വേഷിച്ച് പോകാനോ ആരും മെനക്കെട്ടില്ല. കാരണം അവർ പറയുന്നത് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളുടെ ജീവിതം നമുക്ക് സുഭിക്ഷമായിട്ട് പോകണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഏത് ഗ്രന്ഥം നമ്മൾ റെഫർ ചെയ്താലും എല്ലാത്തിലും ഈ പറഞ്ഞ രീതിയിലുള്ള എഴുത്തുകുത്തുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം അത് എഴുതിയിരിക്കുന്ന ആളുടെ കുലവും അവർ പഠിച്ചു വന്ന സാഹചര്യങ്ങളും അവരുടെ ചിന്താധാരകളും. ഓരോ ബുക്കുകളൊക്കെ എഴുതാമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ചിന്താധാരകളാണ്. ആ ചിന്താധാരകൾ കൂടി കലർന്നിട്ടാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ബ്രാഹ്മണശാപം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ വരുന്നത്. അപ്പോൾ അതേപോലെ ഈ ബ്രാഹ്മണശാപം പറയുന്ന പോലെ തന്നെയാണ് ബ്രഹ്മരക്ഷസ്. ബ്രഹ്മരക്ഷസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ്. കാരണം ബ്രഹ്മരക്ഷസ് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ ഉടനെ പറയും അത് ദുർമരണപ്പെട്ട ബ്രാഹ്മണ പ്രേതമാണ്. അതാണ് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ അവരോട് ചോദിച്ചാൽ അവരും പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രഹ്മരക്ഷസ് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, അതിന് പരിഹാരങ്ങളില്ല എന്നാണ് പല ജ്യോത്സ്യന്മാരും കണ്ടെത്തലുകൾ. പിന്നെ പലരും വിധിക്കുന്നത് ബ്രഹ്മരക്ഷസിന് പത്മമിട്ട പാൽപായസം കൊടുത്ത് തൃപ്തിപ്പെടുത്താം, അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഉപദ്രവം മാറും എന്നുള്ള രീതിയിലേക്കാണ് ഒരു വിധിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ബ്രഹ്മരക്ഷസിനെയൊക്കെ ഞാൻ ആവാഹിച്ച് മാറ്റം ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദുർമരണപ്പെട്ട ബ്രാഹ്മണനല്ല. ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ ശിവൻ്റെ പുത്രനാണ്. അപ്പോൾ അതിൻ്റെ മന്ത്രം തന്നെ, അതിൻ്റെ ഒരു 2-3 വരി പറയാം. അതിൻ്റെ മന്ത്രം തുടങ്ങുന്നത് തന്നെ ശ്രീ മഹാദേവൻ്റെ നല്ലച്ഛൻ്റെ
മൂന്നാം തൃക്കണ്ണിൽ പിറന്നുത്ഭവിച്ചുണ്ടായ ബ്രഹ്മരക്ഷസിൻ്റെ പർവ്വതക്കുടയും പവിഴത്തലയും. അങ്ങനെയാണ് ആ മന്ത്രം തുടർന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട് ശ്രീ മഹാദേവൻ്റെ, നല്ലച്ഛൻ എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ്, നല്ലച്ഛൻ്റെ മൂന്നാം തൃക്കണ്ണിൽ പിറന്നുത്ഭവിച്ചുണ്ടായ പുത്രനാണ് ബ്രഹ്മരക്ഷസ്. അപ്പോൾ പിന്നെ അവിടെ എന്ത് ബ്രാഹ്മണ്യം വരുന്നു? അത് തന്നെ നമ്മൾ ഈ ബ്രഹ്മരക്ഷസിനെ ചിലപ്പോൾ ആവാഹിക്കുന്ന സമയത്ത് കിട്ടാതെ വരാറുണ്ട്. കിട്ടാതെ വരുമ്പോൾ ഉച്ചാരണം ചെയ്താണ് പിടിക്കുന്നത്. ഉച്ചാരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പവറുള്ള കർമ്മത്തിലൂടെ ബന്ധിച്ചിട്ട ഒരു മൂർത്തി ആയതുകൊണ്ടാണ് ഉച്ചാരണം ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു പ്രേതത്തിനെ വെച്ച് ഈ പറഞ്ഞ പ്രേതത്തിനെ ആവാഹിക്കുമ്പോൾ ഉച്ചാരണം ചെയ്യേണ്ട വരില്ല. കാരണം പ്രേതത്തിനെ വെച്ചിട്ട് അങ്ങനെ ബന്ധിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ അനുഭവമാണ്. നമ്മുടെ അടുത്ത് വന്ന് പൂജയും കർമ്മമൊക്കെ ചെയ്തു പോകുന്നവർ ഞെട്ടിത്തെറിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പൂജയിലിരിക്കുമ്പോൾ ചോദിക്കും ബ്രഹ്മരക്ഷസ് എന്താണെന്ന് അറിയുമെന്ന് ചോദിക്കും. അവരവിടെന്നെ അറിയാം നിർവ്വഹണപ്പെട്ട ബ്രാഹ്മണ പ്രേതമെന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും ഇത് ആവാഹിക്കുമ്പോൾ കണ്ടോളാൻ പറയും. ആവാഹന സമയത്ത് ഇതിൻ്റെ ക്രിയകൾ നിങ്ങൾ കണ്ടോ, ഇതെന്താണെന്നുള്ളത് കാണിച്ചു തരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭൂമിബന്ധമായിട്ട് കിടക്കുന്ന മൂർത്തി തന്നെയാണ്. പിന്നെ സ്ഥലബന്ധമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഏത് ഒരു പ്രശ്നം വെച്ചാലും ബ്രഹ്മരക്ഷസിൻ്റെ സാന്നിധ്യം ഉണ്ടാവും, സർപ്പസാന്നിധ്യം പോലെ തന്നെ. അല്ലാതെ കണ്ടിട്ട് ഈ പറഞ്ഞ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ദുർമരണ ബ്രാഹ്മണനായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ അതിനെ കണ്ടെത്തുന്നത് തന്നെ ബുധേ ഗന്ധർവനും ചൊല്ലാം ബ്രഹ്മരാക്ഷസ പീഡ എന്നാണ് പ്രമാണം. ഇത് തന്നെ ചില ജ്യോതിഷ ബുക്കുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ബ്രഹ്മരാക്ഷസ പീഡ എന്ന് പറഞ്ഞുകൂടാ. കാരണം ദുർമരണപ്പെട്ട ബ്രാഹ്മണനെ ബ്രഹ്മരാക്ഷസ എന്ന് വിളിച്ചുകൂടാ. മനസ്സിലായ? അപ്പോൾ ശരിക്കും അതിൽ തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതായത് ബ്രഹ്മരാക്ഷസൻ എന്ന് പറഞ്ഞാൽ വേറൊരു മൂർത്തിയാണ്, അല്ലാതെ ഒരിക്കലും ഈ ദുർമരണ ബ്രാഹ്മണനല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പിൻവശങ്ങളിൽ ഒരുപാട് കണ്ടെത്തലുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാണ് നമുക്ക് ഇല്ലാതാവുന്നത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.